السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. ആദരവും ബഹുമാനവും പ്രിയവുമുള്ള സയ്യിദുമാർ, പണ്ഡിതന്മാർ, നല്ലവരായ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും കുടുംബത്തെയും ഒക്കെ അവന്റെ അനുഗ്രഹീതരായ അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മയുടെ കാരണമായ മശായിഖ്, ശിഷ്യ ശൈഖുന അൽ മൗല കന്യാല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെയൊക്കെ എല്ലാവിധ തിരുനോട്ടവും അള്ളാഹു നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ. അതുവഴി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹുവിന്റെ ലിഖാ നമ്മൾക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സാധാരണ ഞായറാഴ്ചകളിൽ നടന്നു വരാറുള്ള നമ്മുടെ ആദർശം എന്ന വിഷയത്തിൽ അഷ്റഫുൽ ഖൽഖ് എന്ന അഡ്രസ്സിലാണ് ഏതാനും പാർട്ടുകൾ നമ്മൾ സംസാരിച്ചത്. കഴിഞ്ഞ 2 ആഴ്ച ഞായറാഴ്ചത്തെ ക്ലാസ് നടന്നിട്ടില്ല. ഞായറാഴ്ചയായി എന്നതുകൊണ്ട് തന്നെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ, രാത്രിയിൽ വരെ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ കാരണത്താൽ ക്ലാസ്സിന് കഴിഞ്ഞിട്ടില്ല എന്ന സങ്കടം അറിയിക്കുകയാണ്. ഇന്നും ഒരു മൗലിദ് സദസ്സ് കഴിഞ്ഞ് 10:30 മണി സമയത്താണ് വീട്ടിലെത്തുന്നത്. അതുകൊണ്ടാണ് ഇന്നും വൈകിയത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും പ്രകൃതിയിലും മഹിമ എന്ന ഒരു വിഷയത്തിന്റെ 1-2 പാർട്ടുകൾ നമ്മൾ നേരത്തെ നടത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഉന്നതരാണ്, എല്ലാ അർത്ഥത്തിലും തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എന്നാൽ പ്രകൃതിപരമായി ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് അവിടത്തെ പഠിക്കാൻ കഴിയാത്തതിന്റെ പേരിലോ അതല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലോ വ്യാജമായി പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഊന്നി നാം സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾ ഒരുപോലെ സമ്മതിക്കുന്ന ഒരു വിഷയമാണ് പ്രകൃതിപരമായി ഒരു സാധാരണ സ്വഭാവമായിരുന്നു, പ്രകൃതിപരമായ ഒരു സാധാരണ കഴിവ് മാത്രമേ പ്രവാചകർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് അവരുടെയൊക്കെ പ്രചാരണം. അതിന്റെ ഭാഗമായിട്ട് സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും ഒക്കെ ഉള്ളൂ എന്ന് അവർ വ്യക്തമായി തന്നെ അവരുടെ ആധികാരിക ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതൊക്കെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകൃതിപരമായി അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും അതിശ്രേഷ്ഠരാണ് എന്നത് പ്രമാണങ്ങളെ കൊണ്ട് ബോധ്യപ്പെട്ട വസ്തുതയാണ്. അതിന്റെ ഒരു ചെറിയ സാമ്പിള് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അവിടെ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ പ്രത്യേകമായി ഓപ്പറേഷൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മനുക്കൾ നടത്തുകയും അത് പരസ്യമായി തന്നെ ചെയ്യുകയും അതിൽ ഉള്ള ഹിക്മത്ത്, അതിലുള്ള പ്രത്യേക ലക്ഷ്യം അത് ഇമാമുമാർ നമ്മൾക്ക് വിശദീകരിച്ചു തരികയും ചെയ്തു. എങ്ങനെ നമ്മൾ വായിച്ചാലും സൃഷ്ടികളിൽ അതിശ്രേഷ്ഠരാണ് എന്ന് ബോധ്യപ്പെടാനുള്ള പ്രകൃതിപരമായ മഹിമ തന്നെ ധാരാളം ഉണ്ട് എന്നർത്ഥം. സാധാരണ ആ വിഷയത്തിൽ
ഒരുപാട് അധ്യാപനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് ഈ പാർട്ടി ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്, അവിടുത്തെ ശരീരത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള പുണ്യമാക്കപ്പെട്ട രോമങ്ങൾ, ഇത് വളരെയേറെ പുണ്യമാക്കപ്പെട്ടതാണ്, മുബാറക്കാണ്, ബറക്കത്തുള്ളതാണ് എന്നത് അത് അനുഭവിച്ച, അത് മനസ്സിലാക്കിയ മഹത്തുക്കളായ സ്വഹാബ റളിയല്ലാഹു അൻഹും നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. കേവലം സ്വഹാബത്ത് മാത്രമല്ല, സ്വഹാബത്ത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശരിവെക്കുകയും ചെയ്തു, അഥവാ അത് അംഗീകരിച്ചു എന്നർത്ഥം. ഒരു ശരീരത്തിൽ സാധാരണ പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് രോമം, മുടി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രതിഭാസം. ഉദാഹരണം, തലയിലെ രോമം, തലയിലെ മുടി നമ്മൾ നീക്കം ചെയ്താൽ വീണ്ടും അത് മുളക്കും, മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ. അത് പ്രകൃതിയുടെ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ പ്രകൃതിപരമായി സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്ന രോമം, അതിൽ സാധാരണ ഉള്ള ഒരു സ്വഭാവമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറിനും ഉണ്ടായിരുന്നത്. അത് മുബാറക്കായിരുന്നു എന്ന് ധാരാളം പ്രമാണങ്ങളിലൂടെ, വ്യക്തമായ അധ്യാപനങ്ങളിലൂടെ നമ്മൾക്കത് ബോധ്യപ്പെടും. ഉദാഹരണമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ അവിടത്തെ തറയിൽ നിന്ന് മുടി നീക്കം ചെയ്തിട്ട് സ്വഹാബ റളിയല്ലാഹു അൻഹുവിന് അത് വീതിച്ചു കൊടുക്കുക. സുമ്മ ദഅ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, വലത് ഭാഗത്തുനിന്ന് ആദ്യം ക്ഷുരകനോട്, ബാർബറോട്, മുടി നീക്കം ചെയ്യുന്ന ഹല്ലാക്കനോട് വലത് ഭാഗത്തുനിന്ന് മുടിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ തലയുടെ വലത് ഭാഗത്തുനിന്ന് എടുത്ത മുടി സുമ്മ ദഅ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്കിടയിൽ നീ വീതിച്ചു നൽകണം, അവർക്ക് ഓരിച്ചു കൊടുക്കുക. ഈ ചീരിണി അത് എല്ലാവർക്കും കിട്ടണം എന്ന ഒരു ശൈലിയിൽ യഖ്സിമുഹു ബൈനന്നാസ്. സാധാരണ നമ്മൾ ബാർബർ ഷാപ്പിൽ നമ്മളുടെ തലയിലെ മുടി നീക്കം ചെയ്താൽ നമ്മളത് കൊണ്ടുവരാറില്ല. മാത്രമല്ല, നമ്മളുടെ മുടി തന്നെ നമ്മളുടെ തലയിൽ നിൽക്കുന്ന ആ അവസ്ഥ അല്ലല്ലോ നമ്മളതിനെ കാണുന്നത്. തലയിൽ നിന്ന് വേറിട്ടാൽ, നമ്മളുടെ ഒരു മുടി തലയിൽ നിന്ന് വേറിട്ടാൽ പിന്നെ അത് നമ്മളുടെ വസ്ത്രത്തിലാകുന്നത് നമ്മൾക്ക് അറപ്പാണ്, വെറുപ്പാണ്. ശരീരത്തിൽ ആവാതിരിക്കാൻ വേണ്ടി ഒരു മേൽമുണ്ട് ധരിച്ചുകൊണ്ടാണ് സാധാരണ ബാർബറുടെ മുമ്പിൽ നാം ഇരിക്കാറുള്ളത്. എന്നിട്ടും നമ്മളത് വീണ്ടും വീണ്ടും തട്ടിയും കൊടഞ്ഞും ഒരു രോമം പോലും എന്റെ ശരീരത്തിൽ ആയിട്ടില്ല, ബാക്കിയില്ല, വേറിട്ടത് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ബാർബർ ഷാപ്പിൽ നിന്ന് നാം പുറത്തിറങ്ങുന്നത്. വീണ്ടും നമ്മൾ അതിന്റെ ഭാഗമായി ഒരു കുളി പാസാക്കി വേറിട്ടത് ഏതെങ്കിലും ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാവണം, മുഴുവനും കൊഴിഞ്ഞു പോവണം എന്നത് മനസ്സിലാക്കി വൃത്തിയാവാൻ വേണ്ടി കുളിക്കുക പോലും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സമീപനമാണ് സാധാരണ നമ്മളുടെ മുടിയോട് നാം കാണാറുള്ളത്. എങ്കിൽ പിന്നെ മറ്റൊരാളുടെ മുടി ഏതായാലും നമ്മൾക്ക് വെറുപ്പാണ്, അറപ്പാണ്. ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഒക്കെ ഒരുപക്ഷെ നമ്മളുടെ മുടി തന്നെയാണെങ്കിൽ പോലും അതല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ അറക്കുകയോ വെറുക്കുകയോ ചെയ്യേണ്ടാത്ത നമ്മളുടെ ഉമ്മ, പെങ്ങൾ, ഭാര്യ, മക്കൾ അഥവാ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ മുടിയാണെങ്കിൽ പോലും കഴിക്കുന്ന ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ എപ്പോഴെങ്കിലും ഒരു മുടി കിട്ടിയാൽ നമ്മൾക്ക് അതിനപ്പുറം അങ്ങ് കഴിക്കാൻ കുടിക്കാൻ മാനസികമായി ഒരു പ്രയാസമാണ്. ചിലപ്പോൾ അത് വലിയ സ്ഫോടനത്തിന് വരെ കാരണമാകും. ചില മൊഴിച്ചൊല്ലൽ വരെ, തൊലാക്ക് വരെ ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിയതിന്റെ പേരിൽ
ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കേണ്ടതില്ല. അതാണ് മാനുഷികാവസ്ഥ. മനുഷ്യന്റെ മനസ്സ് അങ്ങനെ മുടിയോട് ഒരറപ്പാണ്, വെറുപ്പാണ്. തന്റേതാണെങ്കിൽ പോലും അത് ശരീരത്തിൽ നിന്ന് വേറിട്ടാൽ അതിനോട് ഒരറപ്പ്. ഇത് പ്രകൃതിപരമായുള്ള ഒരു സംഗതിയാണ്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലെ ആ ശഅർ അത് മുബാറക്കാണ്. അത് ഹബീബ് തങ്ങൾ തന്നെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഈ ചീരിണി, ഈ ബറക്കത്ത്, തബറുക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വീതിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ അത് പല ഭാഗത്തും പലരുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. സ്വഹാബ റളിയല്ലാഹു അൻഹും പിൽക്കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമൊക്കെ ആർക്കെങ്കിലും ഇദാ അസ്വാബൻ നാസ ഐനുൻ ഔ ഷൈഉൻ, എന്തെങ്കിലും കണ്ണേറ് മറ്റേതെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ ബഹുമാനപ്പെട്ട മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നുകൊണ്ട് അവിടത്തെ ശഅർ മുബാറക്ക് ഒരു പളങ്ക് പാത്രത്തിൽ സൂക്ഷിച്ചിരുന്നു. അത് മുക്കിയ വെള്ളം ശിഫാവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരുന്നു എന്നത് വളരെ വ്യക്തമായി സ്വഹീഹായ ഹദീസായി രേഖപ്പെടുത്തപ്പെട്ട വിഷയമാണ്. ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ സ്വഹാബ റളിയല്ലാഹു അൻഹു വളരെ ആദരവോടുകൂടെ തന്നെ അത് സൂക്ഷിച്ചിരുന്നു. കൂട്ടത്തിൽ കാണാം മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് അന്ന് മൂർദാബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുടിയാണ് കിട്ടിയത്, ഷഅറാണ്. റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ വീതിച്ചു നൽകിയപ്പോ അതിൽ നിന്ന് കിട്ടിയത് മൂർദാബിന്റെ ഭാഗത്തുള്ള നാസിയത്തിന്റെ ഭാഗത്തുള്ള ഒരു ഷഅറായിരുന്നു. അത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് തൊപ്പി അത് തുന്നിയിരുന്നു, തൊപ്പിയിൽ അത് വെച്ച് പിടിപ്പിച്ചിരുന്നു. ആ തൊപ്പി കൊണ്ട് വലിയ വിജയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മാത്രമല്ല, യർമൂക്ക് യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ആ തൊപ്പി തലയിൽ നിന്ന് ചാടി നഷ്ടപ്പെട്ടപ്പോ പ്രത്യേകമായ വെപ്രാളത്തിൽ എല്ലാവരും ശത്രുക്കളുടെ തല ഉടലിൽ നിന്ന് വേർതിരിക്കാനും, അല്ലെങ്കിൽ ശത്രുക്കൾ മുസ്ലിമിന്റെ തല അത് ഉടലിൽ നിൽക്കാൻ പാടില്ല എന്നുമുള്ള ചിന്തയിൽ പരസ്പരം ഘോരസമരം നടക്കുമ്പോൾ, ഉടലിൽ തല തന്നെ വേണോ വേണ്ടേ എന്ന തീരുമാനത്തിന്റെ പേരിലുള്ള സമരം നടക്കുമ്പോ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു തപ്പിത്തെരഞ്ഞ് നടക്കാൻ യുദ്ധക്കളത്തിൽ സ്വഹാബ അന്വേഷിച്ചു. കാര്യമായ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെയുണ്ടല്ലോ, എന്റെ തൊപ്പി അത് കാണുന്നില്ല. തൊപ്പി പോയതിൽ ഇത്രമാത്രം വെപ്രാളപ്പെടാനില്ല. ഏതായാലും ഒരു വിലപിടിപ്പുള്ളതോ പ്രധാനപ്പെട്ടതോ ഒക്കെ ആയ തൊപ്പിയായിരിക്കും എന്ന് കരുതി. പക്ഷെ അത് കണ്ടെടുത്തപ്പോൾ വളരെ പഴകിയൊരു തൊപ്പിയാണ്, പഴകിയൊരു തൊപ്പി. ചിലരൊക്കെ സംശയം പ്രകടിപ്പിച്ചു, ഈ തൊപ്പിയാണോ നിങ്ങൾ അന്വേഷിച്ച് നടന്നത്? നേരത്തെ സൂചിപ്പിച്ച പോലെ തല തന്നെ ഉടലിൽ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുമ്പോ തലയിലെ തൊപ്പിയെ അന്വേഷിച്ച് നിങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, അതും ഒരു പഴയ തൊപ്പി. പക്ഷേ എന്താണ് അതിന്റെ രഹസ്യം? മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊരു സാധാരണ തൊപ്പിയല്ല. ഈ തൊപ്പിയിൽ ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്ക് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തബറുക്ക് ഞാൻ നേടിയിട്ടുണ്ട്. യുദ്ധവേളയിൽ ഈ തൊപ്പി തലയിലുണ്ടായി എനിക്കതുകൊണ്ട് വിജയമുണ്ടാകും. 100ഓളം യുദ്ധത്തിൽ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിട്ടുണ്ട്. സൈഫുൽ ഇസ്ലാം എന്ന അപരനാമം മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ ഈ തൊപ്പി കാരണത്താൽ വലിയ വിജയം എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ശിർക്കും തൗഹീദും ഒക്കെ വേർതിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നു തന്നെ പഠിച്ച മഹാനായ വ്യക്തി, സൈഫുൽ ഇസ്ലാം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു സംഭവം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സീറത്തുൻ നബവിയ്യ 3-ാം വാല്യത്തിൽ 453-ാം പേജിൽ വളരെ വിശദമായിട്ട് തന്നെ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ഉദാഹരണമാണല്ലോ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന വിയർപ്പ്. പൊതുവെ വിയർപ്പിനെ കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടതില്ല, നമ്മൾക്കൊക്കെ അറിയാം. അത് കുറച്ചങ്ങായാൽ അതിന് ദുഷിച്ച വാസനയുണ്ടാകും. സാധാരണ പോലെ ഒരു ദിവസം ഒരാൾ കുളിച്ചില്ലെങ്കിൽ അവന്റെ ശരീരത്തിന് വിയർപ്പിന്റെ ദുർഗന്ധമുണ്ടാവും. ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതിനാരും ആരെയും ആക്ഷേപിക്കാറുമില്ല.
എന്നാൽ ഈ ഒരു പ്രകൃതിയുടെ ഭാഗമായി സാധാരണ ഉണ്ടാകുന്ന വിയർപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കാന കസീറൽ അർഖി, റസൂലുള്ളാഹി തങ്ങൾ ധാരാളം വിയർപ്പുള്ള ആളായിരുന്നു. വിയർപ്പ് എമ്പാടും പൊടിഞ്ഞിരുന്ന ഒരു ശരീരപ്രകൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതൊരു സാധാരണ വിയർപ്പായിരുന്നില്ല. എന്തേ കാരണം? വിവിധ സംഭവങ്ങളിൽ ബോധ്യപ്പെടും. ഒന്ന് മാത്രം ഇപ്പോൾ ഉദ്ധരിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ അരികെ റസൂലുള്ളാഹി തങ്ങൾ വന്ന് വിശ്രമിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അതിങ്ങനെ വടിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് സൂക്ഷിക്കുക, ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് അന്വേഷിച്ചു. മാതാ തസ്നഈന യാ ഉമ്മ സുലൈം, ഉമ്മു സുലൈമേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു തബറുക്ക് ഈ സമുദായത്തിന് ലഭിക്കണം, അത് റസൂലുള്ളാഹിയിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കണം എന്നതിന്റെ ഭാഗമായി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ, മാതാ തസ്നഈന യാ ഉമ്മ സുലൈം, ഉമ്മു സുലൈമേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആദാ ഇറക്കുക, ഇത് തങ്ങളുടെ വിയർപ്പാണ് നബിയെ, ഇത് തങ്ങളുടെ വിയർപ്പാണ്. ഇത് വിയർപ്പാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. പക്ഷേ എന്തിനാണ് സൂക്ഷിക്കുന്നത്? ഇതിൽ രണ്ട് ലക്ഷ്യമുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന് നജഅലുഹു ഫീ തീബിന, ഇത് ഞങ്ങൾ സുഗന്ധമായി ഉപയോഗിക്കും. ശ്രദ്ധിക്കണം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഒഴുകി വരുന്ന വിയർപ്പ് സുഗന്ധമായി ഉപയോഗിച്ചിരുന്നു. സാധാരണ സുഗന്ധമല്ല, അത് ഏറ്റവും വലിയ സുഗന്ധമായിരുന്നു, ഏറ്റവും വലിയ സുഗന്ധമായിരുന്നു. അപ്പോ വിയർപ്പ് സുഗന്ധമായിരുന്നു. അത് മാത്രവുമല്ല, നിർജു ബറക്കത്തഹു ലിസ്ബിയാനിന, ഇതിന്റെ പുണ്യത്തെ, ഇതിന്റെ ബറക്കത്തിന് ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പിൻ തലമുറക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് മുഴുവനും ഒലിച്ച് ഇല്ലാതെയായാൽ പറ്റൂല, ഞങ്ങൾക്ക് മാത്രം അത് അനുഭവിച്ചാൽ പോരല്ലോ, ഞങ്ങളുടെ പിൻഗാമികൾക്ക്, പിൻ തലമുറക്ക് കൂടി ഇത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് കുപ്പിയിൽ സൂക്ഷിക്കുക തന്നെ വേണം. ഇത് പറയുമ്പോൾ ഒരു പാവപ്പെട്ട പെണ്ണിത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കേണ്ടിയിരുന്നത്? ഇന്നത്തെ ബിദ്അത്തിന്റെ ആളുകൾ ശരീരത്തിന്റെ പ്രകൃതി അല്ലെങ്കിൽ ശാരീരിക പ്രകൃതി ഒരു സാധാരണ രീതി തന്നെയായിരുന്നു എന്ന് സാധാരണ ജനങ്ങളുടെ മുമ്പിലേക്ക് വളരെ വ്യക്തമായി തന്നെ ഇട്ടുകൊടുക്കുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന വിയർപ്പ്, അതിന്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ അഥവാ ഇന്ന് ബിദ്അത്തിന്റെ ആളുകൾ ഈ വിഷയത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്താ? റസൂലുള്ളാഹി തങ്ങൾ തന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അവിടുത്തെ ജീവിതമായ തിരുസുന്നത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അത് സ്വീകരിക്കുക എന്നതല്ലാതെ മറ്റൊക്കെ വ്യക്തിപൂജയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ പിന്നാലെയൊന്നും പോവണ്ട. തബറുക്ക് എന്ന് പറയുന്ന ഒന്ന് മനുഷ്യ മനസ്സിൽ നിന്ന് എടുത്തു കളയുക എന്ന ഗൂഢതന്ത്രത്തിന്റെ ആ ദുരുദ്ദേശത്തിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന വിഷയമാണല്ലോ ഇത്. എങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കേണ്ടിയിരുന്നത്? മുസ്ലിം അത് വേണ്ട മോളെ, അത് വേണ്ട. ഞാൻ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഓതുമ്പോ അത് നിങ്ങൾ കേൾക്കുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളത് പ്രചരിപ്പിക്കുക എന്ന പോലെ അതിന്റെ വിശദീകരണമായ എന്റെ ജീവിതമായ ഹദീസുകൾ, ഇതാണ് നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത്. എന്നല്ലാതെ ഈ വിയർപ്പും അതുപോലെയുള്ള മറ്റു വസ്തുക്കളുമൊക്കെ നിങ്ങൾ ശേഖരിച്ച് അതൊക്കെ എന്തോ ചില പൂജകളുടെ ഭാഗമായി മാറുകയില്ലേ? അതുകൊണ്ട് അതൊക്കെ ഇല്ലാതെയാക്കുക, അത് വലിച്ചെറിയുക, ഇതൊന്നും നീ ചെയ്യരുത് എന്നാണല്ലോ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഇതിനെ എങ്ങനെയാണ് പ്രതികരിച്ചത്? രണ്ട് വിഷയമാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഒന്ന്, ഇത് തീബാണ്, സുഗന്ധമാണ്. രണ്ട്, ഇത് ബറക്കത്താണ്, പുണ്യമാക്കപ്പെട്ടതാണ്. ഈ രണ്ട് വിഷയവും പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്താ? അസ്വബ്തി, മോളെ ഉമ്മു സുലൈം, നീ പറഞ്ഞത് വളരെ സത്യമാണ്, വളരെ കറക്റ്റാണ്, ഇത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. എന്റെ വിയർപ്പ് സുഗന്ധമാണ്, എന്റെ വിയർപ്പ് പുണ്യമുള്ളതാണ്. ഇപ്പൊ നമ്മൾക്ക് എന്തേ ബോധ്യപ്പെടുന്നത്? ശരീരത്തിലെ പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന വിയർപ്പ്
ആ വിയർപ്പ് ഒരു സാധാരണ ശരീരത്തിൽ ഉണ്ടായിരുന്നത് പോലെയല്ല. നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എങ്ങനെ നമ്മൾ ശാരീരികമായി പ്രകൃതിപരമായി ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രമാണങ്ങളെ മുഴുവനും നമ്മൾ വലിച്ചെറിയേണ്ടി വരൂലേ? അതിനപ്പുറം ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വത്തെ നമ്മൾ ഇകഴ്ത്തുകയല്ലേ ചെയ്യുന്നത്? ഇതിനല്ലേ ബിദ്അത്തിന്റെ ആളുകൾ പ്രചാരണം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രകൃതിപരമായി പലതും ഹബീബ് തങ്ങളിൽ വളരെയധികം ശ്രേഷ്ഠത ഉള്ളത് തന്നെയായിരുന്നു. ആ വിഷയത്തിലും അഷ്റഫ് തന്നെയായിരുന്നു. ആ വിയർപ്പിൽ തട്ടിയ വസ്ത്രം സാധാരണ നമ്മൾ ഒരു ദിവസം ധരിച്ചാൽ അത് കഴുകാതെ പിന്നെ നമ്മൾക്ക് തന്നെ ധരിക്കാൻ പറ്റൂല. ഇനി അഥവാ ധരിച്ചാൽ തന്നെ തൊട്ടടുത്തുകൂടെ ആരെങ്കിലും യാത്ര ചെയ്താൽ അവനത് സഹിക്കാനും പറ്റൂല. ഇതാണല്ലോ സാധാരണ രീതി എന്ന് പറഞ്ഞാൽ വിയർപ്പിന്റെ ദുർഗന്ധം അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ വിയർപ്പ് തട്ടിയ വസ്ത്രം അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പ്രത്യേകമായി ആവശ്യം വരുമ്പോൾ അത് കഴുകി അതിൽ ഒഴിച്ച കഴുകുക എന്ന് പറഞ്ഞാൽ തബറുക്കിന് വേണ്ടി അതിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം ശമനമായി രോഗത്തിന്റെ മരുന്നായി സ്വഹാബ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിരുന്നു. നഖ്സിലുഹാ ലിൽ മർളാ നഖ്സിലുഹാ ലിൽ മർളാ. അസ്മാ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു ജുബ്ബ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ തട്ടിയിരുന്ന അവിടുത്തെ വിയർപ്പുമായി പുരണ്ട ഒരു ജുബ്ബ ഉണ്ടായിരുന്നു. ആ ജുബ്ബ സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നിട്ട് ആർക്കെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമായി, ഒരു ശമന വഴിയായി, മരുന്നായി ഇതിനെ ഞങ്ങൾ കഴുകും എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം ഒഴിച്ച് അത് ഉപയോഗിക്കും. അതുകൊണ്ട് ശമനം ഞങ്ങൾ തേടുമായിരുന്നു, ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. സ്വഹാബ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വിയർപ്പിന്റെ ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ 2069 ഹദീസായി ഉദ്ധരിച്ചതാണ്. അപ്പൊ വിയർപ്പ് എന്നത് പ്രകൃതിപരമായി ഉണ്ടാകുന്ന ഒന്നാണ്. അത് ഒരു സാധാരണ ശരീരത്തിൽ ഉണ്ടായിരുന്നത് പോലെയല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അതുപോലെ പ്രകൃതിപരമായി ശരീരത്തിൽ ഉണ്ടാകുന്ന ഒന്നാണല്ലോ ഉമിനീര്, അതുപോലെ കഫം എന്നതൊക്കെ. ഇതും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലായിരുന്നു. അത് പ്രത്യേകമായ പുണ്യവും സുഗന്ധവുമൊക്കെ ആയിരുന്നു. ഇതും മറ്റൊരു മനുഷ്യനിൽ നിന്നാകുമ്പോ നമ്മളുടെ മാനസികാവസ്ഥ പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ലല്ലോ. എന്ന് പറഞ്ഞാൽ മറ്റൊരു ആളുടെ ഉമിനീർ, അതുപോലെ കഫം, നമ്മൾക്ക് ഓർക്കാൻ പോലും പറ്റാത്ത ഒരറപ്പ് ഉണ്ടല്ലോ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഉമിനീർ വളരെയധികം ബറക്കത്തുള്ളതായിരുന്നു. ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ഒരു സദ്യ ഖന്തക്ക് വേളയിൽ ഒരുക്കി. പക്ഷേ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അതുള്ളൂ. എന്നാലോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ കൂടിയ ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തി. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, ജാബിർ നീ ബേജാറാവണ്ട, നീ തയ്യാറാക്കിയ ഇറച്ചിയുടെ പാത്രവും അതുപോലെ റൊട്ടിയുടെ പാത്രവും രണ്ടും ഞാൻ വന്നതിന് ശേഷം തുറന്നാൽ മതി. റസൂലുള്ളാഹി തങ്ങൾ വന്നു. രണ്ടിലും പ്രത്യേകമായി ഫദസഖ അവിടുത്തെ ഉമിനീര് പുരട്ടി, തുപ്പി എന്നർത്ഥം. ചപ്പാത്തിയിലും അഥവാ റൊട്ടിയിലും അതുപോലെ ഇറച്ചിയുടെ മാംസത്തിന്റെ ചട്ടിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമിനീര് പുരട്ടി അല്ലെങ്കിൽ തുപ്പി. വബാറക പുണ്യത്തെ കാണിച്ചു കൊടുത്തു. കഴിച്ചോ? അയ്യയ്യ ഞങ്ങൾക്ക് വേണ്ട, ഇത് തങ്ങൾ തുപ്പിയതാ. തങ്ങളുടെ വിശുദ്ധ ഖുർആൻ, തങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആൻ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, തങ്ങളുടെ ഹദീസ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ ഉമിനീര് ഞങ്ങൾക്ക് വേണ്ട എന്ന മറുപടിയല്ലല്ലോ സ്വഹാബത്ത് നടത്തിയത്. അവരെന്ത് ചെയ്തു? പെട്ടെന്ന് കൈനീട്ടി കഴിച്ചു. ആവുന്നിടത്തോളം വേണ്ടിടത്തോളം കഴിച്ചു. ഒരു 3-4 ആൾക്ക് അന്നത്തെ അവരുടെ ഒരു സാധാരണ കണക്ക് പ്രകാരം ഒരു 3-4 ആളുകൾക്ക് മാത്രം തയ്യാറാക്കിയിരുന്ന ഭക്ഷണം 100,000 എന്ന് പറഞ്ഞാൽ 1,00,000 പേർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മതിയാവും. പക്ഷേ ഞങ്ങൾ 1,500 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഞങ്ങൾ 1500 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും ആ മാംസവും റൊട്ടിയും വയറ് നിറയെ കഴിച്ചു. വീണ്ടും ആ പാത്രത്തിൽ അതുപോലെയുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ദുആ ചെയ്താൽ മതി. അല്ലാഹുവേ, ഈ ഭക്ഷണത്തിൽ നീ ബറക്കത്ത് നൽകണം, ഈ ചപ്പാത്തിയിലും ഈ മാംസത്തിലും നീ ഒരു പ്രത്യേക ബറക്കത്ത് എനിക്കും എന്റെ ഉമ്മത്തിലും എന്റെ കൂടെയുള്ള ഈ അസ്ഹാബിനും കഴിക്കാൻ മാത്രം ഒരു ബറക്കത്ത് നീ കാണിച്ചു തരണമെന്ന് ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കുമല്ലോ. പക്ഷേ ആ ദുആ അല്ല റസൂലുള്ളാഹി തങ്ങൾ അവിടെ നടത്തിയത്. മറിച്ച് തന്റെ ശരീരത്തിൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു സാധനത്തിന്റെ ബറക്കത്ത് എന്റെ കൂടെ നടക്കുന്ന അനുചരന്മാർ മനസ്സിലാക്കട്ടെ, അവർ അത് എഴുതി വെക്കട്ടെ, അത് പിൻതലമുറക്ക് കൈമാറട്ടെ, പിൻതലമുറ അത് മനസ്സിലാക്കട്ടെ, അവരുടെ പ്രവാചകന്റെ മഹത്വം അവർക്ക് ബോധ്യപ്പെടട്ടെ, ആ മഹബത്ത് അവരിൽ ഉണ്ടാവട്ടെ, അതുവഴി ഈമാൻ ശക്തിപ്പെടട്ടെ, സ്വർഗത്തിലേക്ക് വഴിയാവട്ടെ എന്ന വിശാലമായ കാഴ്ചപ്പാടല്ലേ അതിന്റെ പിന്നിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? ഉമിനീര് പുരട്ടിയിട്ട് ബറക്കത്തങ്ങ് കാണിച്ചു കൊടുത്തു. ശരീരത്തിലുള്ള പ്രകൃതിപരമായി അള്ളാഹു പടച്ചിട്ടുള്ള ആ ഉമിനീരിന്റെ ബറക്കത്തങ്ങ് കാണിച്ചു കൊടുത്തു. വേറെയും ഒരുപാട് ഉമിനീരിന്റെ ബറക്കത്തുണ്ട്. വളരെയധികം സുഗന്ധമായിരുന്നു. മഹാനായ ഉത്ബ റളിയല്ലാഹു അൻഹു 4 ഭാര്യമാരുള്ള ഒരു മനുഷ്യൻ, അയാളുടെ ഒരു ഭാര്യ ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങൾ പരസ്പരം മത്സരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഭാര്യമാര് ഭർത്താവിനരികെ എത്തുമ്പോ ഭർത്താവ് കൂടുതൽ ഞങ്ങളെ വശീകരിക്കണം, അതിന് സുഗന്ധം ഞങ്ങളിൽ ഉണ്ടാവണം, മറ്റവൾ പുരട്ടിയതിനേക്കാൾ മികവുള്ള സുഗന്ധം ഞാൻ പുരട്ടണം എന്ന് കരുതി പരസ്പരം മത്സരിച്ചിരുന്നു. മേത്തരം വിലപിടിപ്പുള്ള സുഗന്ധം സാധാരണ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ. എന്നിട്ട് ഭർത്താവിന്റെ സമീപത്തേക്ക് ചെല്ലും. പക്ഷെ അപ്പോഴും ഞങ്ങൾ പുരട്ടിയ ആ സുഗന്ധത്തിന്റെ വാസനയല്ല അവിടെ അടിച്ചു വീശാറുള്ളത്, മറിച്ച് ഭർത്താവിൽ നിന്ന് ഇങ്ങോട്ടൊരു വാസന തിരിച്ചു വരാറുണ്ട്, ഒരു നറുമണം, ഒരു പരിമളം ലഭിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭർത്താവ് ഉത്ബ സാധാരണ സുഗന്ധം ഉപയോഗിക്കാത്ത ആളാണ്. സാധാരണ എണ്ണ മാത്രമേ അയാൾ പുരട്ടാറുള്ളൂ, സുഗന്ധം ഉപയോഗിക്കാറില്ല. ഇതിനെക്കുറിച്ച് ഒരിക്കൽ ഞാൻ തന്നെ ചോദിച്ചു, ഭാര്യ പറയാ, ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് ഇങ്ങനെ ഒരു സുഗന്ധം ഉണ്ടാവാൻ കാരണം? നിങ്ങൾ സുഗന്ധം പുരട്ടുന്നത് കാണുന്നില്ലല്ലോ, ഞങ്ങൾ എത്ര പുരട്ടിയാലും അത് നിങ്ങളുടെ സുഗന്ധത്തിനിടയിൽ ഒന്നുമല്ലാതെയാവുകയാണല്ലോ, എന്താണ് അതിന്റെ രഹസ്യമെന്ന് ഭർത്താവിനോട് ഞാൻ തന്നെ അന്വേഷിച്ചപ്പോ ഭർത്താവ് പറഞ്ഞത്, നേരത്തെ എന്റെ ശരീരത്തിൽ കാനബി ഹക്ക, ഒരു ചെറിയ ചൊറി, ഒരു വട്ടച്ചൊറി, ഒരു ചെറിയ മുറി എന്റെ ശരീരത്തിൽ ഉണ്ടായപ്പോ ഞാൻ പല മരുന്നും പുരട്ടി, അത് സുഖപ്പെടാതെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി എന്ത് ചെയ്തു? നഫസ ഫീ യദിഹി, അവിടത്തെ കയ്യിൽ ഊതി, ഒരു ഊത്ത്, അവിടത്തെ ശറഫാക്കപ്പെട്ട കയ്യിൽ ഒരു ഊത്ത്. സുമ്മ തലക ബിഹാ അൽ ഉഖറ, മറ്റേ കയ്യുമായി ഒരതി, ഒരു കൈയിലേക്ക് ഊതി, ഊത്ത് കിട്ടിയ കൈയിനെ മറ്റേ കൈയുമായി കൂട്ടി ഒരതി. എന്നിട്ട് സുമ്മ അമർറഹുമാല ലഹരി, ആ മുറിയുള്ള ഭാഗത്ത് ആ 2 കൈയും അങ്ങ് നടത്തി, ആ 2 കൈ കൊണ്ടും തടവി. എന്തേ ചെയ്തിട്ടുള്ളൂ? റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട കൈയിലേക്ക് ഒരു ഊത്ത് ഊതി. റസൂലുള്ളാഹി തങ്ങൾ തന്നെ ആ ഊത്ത് കിട്ടിയ 2 കൈയിലേക്ക് ഊതിയിട്ടില്ല, ഒരു കൈയിലേക്ക് മാത്രം. ഊത്ത് കിട്ടിയ കൈ മറ്റേ കൈയുമായി കൂട്ടി ഉരസി. എന്നിട്ട് 2 കൈയിലെയും സുമ്മ അമർറഹുമാല ലഹരി, മുറിവുള്ള ഭാഗത്തിന്റെ പുറം ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ 2 കൈയിലെയും നടത്തി, അഥവാ കൈ കൊണ്ട് തടവി. അതിനുശേഷം ഞാൻ മറ്റ് സോപ്പ് തേച്ചാലോ ഉരച്ചു കുളിച്ചാലോ ഒന്നും ഈ സുഗന്ധം പോവാറില്ല. അവിടത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ബന്ധമുള്ള കാറ്റ് റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ വന്നപ്പോ ആ കൈ കൊണ്ട് തടവിയപ്പോ അതിന്റെ ബന്ധം, അതിന്റെ മഹത്വം എന്റെ ശരീരത്തിൽ നിലനിൽക്കുന്നു. ഇതിന് സമാനമായ സംഭവങ്ങൾ വേറെ നമ്മൾക്ക് ഉദ്ധരിക്കാൻ പറ്റും, വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട വിഷയങ്ങൾ. അപ്പോ ഉമിനീര്, അതുപോലെ കഫം, ഇൻതനഖം നുഖാമത്തൻ മാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും, ശത്രുക്കളിലെ ഒരംഗം റസൂലുള്ളാഹി തങ്ങളുടെയും സ്വഹാബത്തിന്റെയും റിപ്പോർട്ട് ശേഖരിക്കാൻ വേണ്ടി ഇന്റലിജൻസ് അംഗമായിട്ട്, ജാസൂസായിട്ട്, രഹസ്യം ചോർത്തിയെടുക്കുന്ന ആളായി വന്നു. ആ കിട്ടിയ റിപ്പോർട്ട് മുശ്രിക്കുകൾക്ക്, നേതാക്കൾക്ക് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി കാണാം. വളരെ വ്യക്തമായി ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹുദൈബിയ സംഭവം വിശദീകരിച്ചേർത്ത് വളരെ വ്യക്തമായി പറയുന്നു, ഇൻതനഖം നുഖാമത്തൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും,
ആ നേതാവ് ഈ രൂപത്തിലുള്ള ഒരു നേതാവിനെയോ അനുയായികളെയോ ഞാൻ കണ്ടിട്ടില്ല. ആ നേതാവ് തുപ്പിയാൽ, ഒരു കഫം ഒന്ന് കാർക്കിച്ചു തുപ്പിയാൽ ആ കഫം താഴെ വീഴാൻ കൂടെയുള്ള അനുയായികൾ സമ്മതിക്കുന്നില്ല. ഏതെങ്കിലും ഒരാളുടെ കയ്യിലല്ലാതെ ആ കഫം വീഴുന്നില്ല. കയ്യിൽ എന്തേ? അത് അബദ്ധത്തിൽ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് കയ്യിലാകിപ്പോകുന്നതാണ്. അത്രമാത്രം ആളുകളുണ്ട്, ജനനിബിഡമായിരുന്നു, തിങ്ങി വിങ്ങി നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുകയായിരുന്നു എന്നർത്ഥത്തിലല്ല, മറിച്ച് കഫം വീഴുമ്പോഴേക്ക് അവർ കൈകാട്ടി വാങ്ങുകയായിരുന്നു. എന്തേ കാരണം? കയ്യിൽ കിട്ടിയത് അബദ്ധത്താലാണ്. അബദ്ധത്താൽ കയ്യിൽ കഫം വീണതാണ് എങ്കിൽ അത് പോയി കഴുകി വൃത്തിയാക്കും. എന്നാൽ അവർ ചെയ്തതെന്താ? കയ്യിൽ കിട്ടിയ കഫം കൊണ്ട് മുഖം തടവും, ശരീരത്തിൽ ആകെ പുരട്ടും. റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കഫം കയ്യിൽ കിട്ടിയാൽ ശരീരത്തിൽ പുരട്ടും, മുഖം തടവും. ഇതാരാ ചെയ്തത്? നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഖുർആനും ഹദീസും നേരിട്ട് മനസ്സിലാക്കിയവരാ. ദീൻ എന്താണെന്ന് നേരിട്ട് പഠിച്ച സ്വഹാബ റളിയല്ലാഹു അൻഹു. അതിന്റെ അപ്പുറം വേറെ, അവരെ ഈമാനിന്റെ അപ്പുറത്ത് വേറെ എന്ത് വിദാത്തിന്റെ ഈമാനാണ് നമ്മൾക്കുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമല്ലേ? അപ്പൊ ആ സ്വഹാബയുടെ വിശ്വാസം എന്താണ്? അത് തബറുക്കായിരുന്നു. കേവലം വിശ്വാസമല്ല, അത് യാഥാർത്ഥ്യമാണ്. വിശ്വാസം ഒരു പക്ഷേ ഏതാവാം, അബദ്ധമാനോ, പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. അതവർക്ക് ബോധ്യപ്പെട്ടതാണ്, അതവർ അനുഭവിച്ചതാണ്. അതിന്റെ സുഗന്ധം, അതിന്റെ പരിമളം, അതിന്റെ ബറക്കത്ത് ഇതവർക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പോ പ്രകൃതിപരമായി സാധാരണ മനുഷ്യരിൽ ഉണ്ടാകാവുന്ന ഉമിനീര്, കഫം, ഇതൊക്കെ ഒരസാധാരണം പ്രകടിപ്പിച്ചതായിരുന്നു, പ്രത്യേകം മഹത്വത്തിന്റെ പ്രതീകം തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഈ പാർട്ട് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. പക്ഷെ തബറുക്കിന്റെ പേരിൽ പറയാതിരിക്കാനും കഴിയില്ലല്ലോ. അവിടുത്തെ ശരീരത്തിൽ പുണ്യമാക്കപ്പെട്ട ദമ്, രക്തം വളരെ മഹത്വമുള്ളതായിരുന്നു. സംഭവങ്ങൾ ധാരാളം പറയാൻ പറ്റും. ഞാൻ ഒന്നു മാത്രം സൂചിപ്പിക്കുകയാണ്. ഉഹദിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഭാഗത്ത്, മുഖത്തിന്റെ ഭാഗത്ത്, പല്ലിന്റെ ഭാഗത്ത്, ചുണ്ടിന്റെ ഭാഗത്ത് അമ്പ് തറച്ചിട്ട് മുറിവ് പറ്റിയപ്പോ, രക്തം ഒഴുകിയപ്പോ മഹാനായ മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു മസ്വ ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദ്, ഉഹദ് ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ ഉറ്റിവീണ രക്തത്തെ നാവുകൊണ്ട് തുടച്ച് അത് ഊമ്പി അത് വൃത്തിയാക്കി ആ രക്തം ഉള്ളിലേക്ക് ഇറക്കി അതിങ്ങനെ ഊമ്പി കുടിച്ചു, നാവ് കൊണ്ടത് വൃത്തിയാക്കി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയം എന്താ? നീ അത് ചെയ്യല്ലേ, ഇത് രക്തല്ലേ, നീ അത് കുടിക്കാൻ പാടില്ല, തുപ്പിക്കളയണം എന്നല്ലല്ലോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ഖാലത ദമീ ദമഹു. മറ്റുള്ളവരോടായി പറയാ, ഖാലത ദമീ ദമഹു. സ്വഹാബ നോക്കുക, എന്റെ രക്തം മാലിക്കിന്റെ രക്തത്തോട് കലർന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ പരിണിത ഫലം? ലാ തമസ്സുഹു അന്നാർ. ഇനി മാലിക്കിന് നരകം എത്തൂല. വേറെ റിപ്പോർട്ടിൽ കാണാം, ഫല്യൻദുർ ഇലാ മാലിക് ഇബ്നു സിനാൻ. സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണണോ? ഫല്യൻദുർ ഇലാ മാലിക് ഇബ്നു സിനാൻ. മാലിക് ഇബ്നു സിനാൻ നിങ്ങൾ നോക്കിക്കോ, അദ്ദേഹത്തിന്റെ രക്തം എന്റെ രക്തത്തോട് കലർന്നു, അതുകൊണ്ട് ലാ തമസ്സുഹു അന്നാർ. ഇനി നരകം എത്തുകയില്ല. എന്റെ രക്തത്തിന് നരകത്തൂലല്ലോ, അതുകൊണ്ട് ഇനി മാലിക്കിന് നരകം എത്തൂല. അത്തൊബറാനി, ഇമാം തൊബറാനി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ സാധാരണ പ്രകൃതിപരമായി ഉണ്ടാകുന്ന രക്തം അത് നരകത്തുനിന്ന് മോചനം കിട്ടാൻ വരെ പുണ്യമാക്കപ്പെട്ടതായിരുന്നു. ആ രക്തത്തിന്റെ ബറക്കത്ത് നമ്മൾ മനസ്സിലാക്കുക. അത് രക്തം മാത്രം, വേറെ സംഭവങ്ങളുണ്ട്, ഞാനതിപ്പോ വിശദീകരിക്കല്ല. എന്തിലധികം അവിടത്തെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഫളലാത്ത് എന്ന് പറയുന്ന വേസ്റ്റ് നമ്മൾ പറയാറില്ലേ, പക്ഷെ അതൊന്നും വേസ്റ്റ് ആയിരുന്നില്ല. ഞാനതിനെ മലയാളത്തിൽ പറഞ്ഞതിന്റെ വീര്യം നഷ്ടപ്പെടുത്തുകയല്ല. ബൗല്, റസൂലുള്ളാഹി തങ്ങൾ ബൗലാക്കിയാൽ അതിൽ നിന്ന് വരുന്ന അവിടുത്തെ ബൗല്, അതിന് സംഭവങ്ങളെ കാണാൻ പറ്റും. അത് മഹത്വമുള്ളതായിരുന്നു, മഹത്വമുള്ളതായിരുന്നു. നിങ്ങളോ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുന്ന് ബൗലാക്കിയ പാത്രത്തിൽ നിന്ന് ആ ബൗല് കുടിച്ചു. ഞാൻ ബൗൽ എന്ന് പറയുന്ന മനഃപൂർവ്വം, അതിന്റെ മലയാളം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ എന്തോ തോന്നിപ്പോ.
റസൂലുള്ളാഹി തങ്ങളുടെ ബൗല് കുടിച്ചു. ഇത് മനസ്സിലാക്കിയപ്പോ, ഇതറിഞ്ഞപ്പോ റസൂലുള്ളാഹി കുടിച്ചു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചു. ഹത്താ ബദത നവാജിദുഹു, അവിടുത്തെ മുമ്പിൽ ഇങ്ങനെ പ്രകടമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞതെന്താ? സുമ്മഖാല അമാ ഇന്നകി ലാ തുജ്ഈന ബത്നുക അബദാ, നിന്റെ വയറിന് ഒരിക്കലും ഇനി വേദന വരൂല, ഇത് നല്ല ഒരു മരുന്നാണ്. നിന്റെ വയറിന് ഇനി ഒരിക്കലും വേദന വരൂല, നല്ല ഒരു മരുന്ന് നീ കുടിച്ചിരിക്കുന്നു. ബൗല് മെഡിസിൻ വിഭാഗ പ്രകാരം അത് മരുന്നാണെങ്കിൽ അങ്ങനെ കണ്ടെത്തണ്ട, ആ നിലക്കല്ല പറയുന്നത്. അതായത് ഭൗതികപരമായ നേട്ടം മാത്രമല്ല, വേറെ സംഭവത്തിൽ കാണാം. ഹക്കീമത്തു ബിന്ത് ഉമ്മൈമ, അതായത് ഉമ്മൈമ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹക്കീമ പറയാ, എന്റെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഖിദ്മത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ബൗലാക്കിയിരുന്ന ഒരു പാത്രം, രാത്രി സമയത്തൊക്കെ എണീക്കുമ്പോൾ ആ പാത്രത്തിലാണ് ഒഴിക്കാറുള്ളത്. നേരം വെളുത്തിട്ട് അത് ഒഴിവാക്കും. ആ പാത്രത്തിൽ നിന്ന് ഉമ്മൈമ റളിയല്ലാഹു അൻഹ കുടിച്ചു. ഇത് റസൂലുള്ളാഹി ഉമ്മൈമ റളിയല്ലാഹു അൻഹ ആ പാത്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഖാദിമത്ത്, സേവകയായിരുന്ന സറത്ത് റളിയല്ലാഹു അൻഹ കുടിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ത്? ലഖദ് ഇഹ്തളർത മിനൻ നാർ ബിഹലാ, അവൾ നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ബൗല് കുടിച്ച കാരണത്താൽ നരകത്തിൽ നിന്ന് മോചനമായി എന്നർത്ഥം. അപ്പൊ ആത്മീയമായ ഗുണം, ഭൗതികപരമായ ഗുണമുണ്ട്, ആത്മീയപരമായ ഗുണമുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നാം തുബറാനി ഉദ്ധരിച്ച ഹദീസുകളാണ്. അതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നജസല്ലേ, വൃത്തികേടല്ലേ എന്ന് മനസ്സിലാക്കേണ്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ അത് ശുദ്ധിയാന്നാ പറഞ്ഞത്. അവിടത്തെ വേസ്റ്റ് എന്ന് നമ്മൾ പറയുന്നതൊക്കെ, പുറന്തള്ളുന്ന സാധനങ്ങളൊക്കെ ശുദ്ധിയുള്ളത് തന്നെയായിരുന്നു. ഈ ആനത്തെ വാല്യം 128 പേജിൽ കാണാൻ പറ്റും. അപ്പൊ അതൊന്നും മലിനമായിരുന്നില്ല. എന്നാൽ സാധാരണ മനുഷ്യന്റെതോ പറയാതിരിക്കലല്ലേ വേണം. അപ്പോ പ്രകൃതിപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് നേട്ടങ്ങൾ, ഷറഫുകൾ ബോധ്യപ്പെടും. അഷറഫുൽ ഖൽഖ് തന്നെയായിരുന്നു. പ്രകൃതിയിലും മഹിമയുണ്ട്, പ്രകൃതിയിലും മഹത്വമുണ്ട്. ഷറഫ് മാത്രമല്ല, അഷറഫായിരുന്നു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. ഇതൊക്കെ പാടെ കൂട്ടി വായിക്കുമ്പോൾ പ്രകൃതിപരമായ ഒരു സാധാരണ രൂപം തന്നെയായിരുന്നു, പ്രകൃതിപരമായി സാധാരണ അവസ്ഥ തന്നെയായിരുന്നു എന്ന് നമ്മൾ പ്രചരിപ്പിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ തെറ്റല്ലേ, അബദ്ധല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആ പഠനം പുണ്യമാണ്. അതുവഴി അവിടുത്തെ മഹബത്ത് വർദ്ധിക്കാൻ കാരണമാകും, ഈമാൻ കൂടുന്നതിന് ഹേതുവാകും, സ്വർഗപ്രവേശനത്തിന് അതൊരു മുഖ്യ കാരണമാകും. ഇതൊക്കെ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടെത്താൻ നമ്മളുടെ മശായിഖ് നമ്മളെ ഏൽപ്പിച്ച രീതിയിൽ മശായിഖിലൂടെ ഹബീബിലേക്ക് എത്താൻ, അതുവഴി അള്ളാഹുവിന്റെ ലിഖാഇ സാധിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ ഒരു കൂട്ടായ്മയുടെ മശായിഖിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു അതിനൊക്കെ നമ്മൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രതിസന്ധിക്കൊക്കെ ഒരു പരിഹാരം നമ്മുടെ ഈ കൂട്ടായ്മ പോലത്തെ നല്ല സംവിധാനങ്ങൾ കൊണ്ട് അള്ളാഹു തന്ന് അതിൽ നിന്നൊക്കെ സലാമത്ത് തന്ന് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നാടിനെ, നമ്മളെയും കുടുംബത്തെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങളെ കൂടുതൽ അറിയാനും പറയാനും ആവശ്യമായ ശരീരവും മനസ്സും നാവും ബുദ്ധിയും നമ്മൾക്ക് അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.